നമസ്കാരം. നമ്മുടെ ഭാരതത്തിലെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇത് നമ്മൾ സാധാരണ നമ്മളുടെ സഹോദരന്മാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾക്ക് കമൻറ്റുകൾ വരും. അതേപോലെ നമ്മൾ ഫേസ്ബുക്കുകൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് പ്രൊഫൈലുകൾ ഉണ്ടായില്ലായിരുന്നു. അതിലുള്ള പ്രൊഫൈലുകളിലൊക്കെ ഓരോ വ്യക്തികളുടെയും ഈ വ്യാജന്മാരായ വ്യക്തികൾ 70% അതിൽ ഈ പ്രൊഫൈലുകളിൽ വന്നിട്ട് സ്വന്തം പ്രൊഫൈലല്ലാത്ത പ്രൊഫൈലുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ ഒന്നുമില്ല ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുക. ഒരു കാരണവശാലും അങ്ങനത്തെ പ്രൊഫൈലുകൾ ഒരു കാരണവശാലും നമ്മളുടെ വീഡിയോ ആയിക്കോട്ടെ, നമ്മളുടെ പേഴ്സണൽ ഫോട്ടോസ് ആയിക്കോട്ടെ, അതൊക്കെ കാണിച്ചു കൊടുക്കാതിരിക്കുക. അത് നമ്മൾ ഓരോ വ്യക്തികളും സ്വന്തമായിട്ട് അങ്ങനെ ആരെങ്കിലും നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്വന്തം പ്രൊഫൈലല്ലാത്ത വ്യക്തികൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. നമ്മൾക്കും നമ്മളുടെ രാജ്യസുരക്ഷയ്ക്കും അതേപോലെ പാവപ്പെട്ട നിഷ്കളങ്കരായ വ്യക്തികൾക്കും അതേപോലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാം അപകടമാണ്. രാജ്യത്തെ ജനങ്ങൾക്ക് തന്നെ അപകടമാണ്. ഈ സ്വന്തം പ്രൊഫൈലില്ലാത്ത ഏത് സോഫ്റ്റ്വെയറിലുള്ള സൗഹൃദമായിക്കോട്ടെ, നമ്മുടെ വീഡിയോ അവർ വാച്ച് ചെയ്യുന്നതായിക്കോട്ടെ, അതെല്ലാം അത് 100% നമ്മൾക്ക് അപകടം നമ്മൾ തന്നെ വരുത്തി വയ്ക്കും. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൽ യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, അതേപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓപ്ഷൻ ഉണ്ട്. അതിനെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുക. ഒരു കാരണവശാലും സ്വന്തം പ്രൊഫൈലില്ലാത്ത ഒരു ആൾ പോലും നമ്മളെ ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് ഓരോ വ്യക്തികളും നിർബന്ധപൂർവം മനസ്സിലാക്കി അത് ബ്ലോക്ക് ചെയ്യുക. എന്ന് പറഞ്ഞാൽ വ്യാജൻ, നമ്മളുടെ നാട്ടിൽ നമ്മളുടെ കടയിൽ തന്നെ വ്യാജനുണ്ട്. അതാണ് ഈ പ്രൊഫൈലുകളിൽ വേറെ ഏതെങ്കിലും പേരായിരിക്കും, അല്ലെങ്കിൽ ഈ പൂച്ച, നായി, പുഷ്പങ്ങൾ, എന്തെങ്കിലും വഴി കണ്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രൊഫൈലുകളും. അതേപോലെ മിനിമം അവരുടെ സ്വന്തം ഫോട്ടോ ഒരു 25-30 ഫോട്ടോ ഇല്ലാത്തൊരു വ്യക്തി നമ്മളുടെ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ നിഷ്കളങ്കരായ സഹോദരന്മാരിൻ്റെ സുരക്ഷയ്ക്കാണ് ഞാൻ പറയുന്നത്. ഒരു 10-25 മിനിമം ഫോട്ടോ ഇല്ലാത്ത, സ്വന്തം ഫോട്ടോ ഇല്ലാത്ത ഒരു വ്യക്തിൻ്റെ കമൻറ്റോ അവരുടെ സൗഹൃദമോ നമ്മൾ അവരായിട്ട് സ്ഥാപിക്കുന്ന ഏത് സൗഹൃദം നമുക്ക് അപകടത്തിലാക്കും. ഇത് എൻ്റെ വിനീതമായ അപേക്ഷയാണ്. എൻ്റെ സുരക്ഷയ്ക്ക് മാത്രമല്ല, ഭാരതത്തിലെ ജനങ്ങളുടെ നിഷ്കളങ്കരായ പാവപ്പെട്ട പെൺകുട്ടികളുടെയായാലും ആൺകുട്ടികളുടെയായാലും ഓരോ വ്യക്തികൾക്കും നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിൽ വയ്ക്കുക, മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. അവരിനെ കൊണ്ട് ഇതിൻ്റെ അപകടത്തിനെ കുറിച്ചിട്ട് ഒന്ന് ബോധവൽക്കരണം ആയിട്ട് നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് ഗവൺമെൻറ്റാണിത് ചെയ്യേണ്ടതെങ്കിലും നമ്മൾക്ക് തന്നെ ചെയ്യാൻ, ഓരോ വ്യക്തികൾക്കും ചെയ്യാൻ തന്നെ കഴിയും. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ 100% അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് വിടുക. ആ സാധനം തന്നെ നമ്മുടെ പ്രൊഫൈലുകളിലോ, നമ്മുടെ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമായാലും യൂട്യൂബിലായാലും ഇങ്ങനത്തെ കമൻറ്റോ കാര്യങ്ങളുണ്ട് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഡിലീറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് അങ്ങനെ ചെയ്ത് വിടുക. അപ്പോഴേ ഈ വ്യാജന്മാരനെ തടയാൻ സാധിക്കുള്ളൂ. ഇത് ഗവൺമെൻറ്റിന് ചെയ്യുന്നതും ഒരു പരിമിതിയുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ നല്ലത് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഒന്നും നമ്മുടെ നാട്ടിൽ നിന്നല്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ പോലീസ് ആയിക്കോട്ടെ, സൈബർ സെല്ലായിക്കോട്ടെ, അവർക്കൊക്കെ ഒരു പരിമിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കും ഈ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.